ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓൺ ദ ചാനൽ. സോ നമ്മളിന്ന് പ്രീമിയർ ലീഗിൻ്റെ വീക്കെൻഡാണ്. ഗെയിം വീക്ക് 5 പ്രിവ്യൂ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് UCLൻ്റെത് എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവ്യൂ ലൈവിലും ചെയ്തു. അത് കഴിഞ്ഞ് വാച്ച് അലോങ്സ് കുറേ ചാനലിലുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് ഞാനിട്ട് റിക്കറിങ് കണ്ടന്റ് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അത് UCLൻ്റെ വീഡിയോസ് ഞാൻ അവോയ്ഡ് ചെയ്തത്. അപ്പോൾ വിൽ സ്റ്റാർട്ട് വിത്ത് പ്രീമിയർ ലീഗിൻ്റെ മെയിൻ ഫിക്സ്റ്റേഴ്സ് ആണ്. പ്രീമിയർ ലീഗിൽ ഒന്ന് യുണൈറ്റഡ് ചെൽസി ഗെയിം, ഒന്ന് ആർസണൽ സിറ്റി ഗെയിം, ആൻഡ് അത് കഴിഞ്ഞ് ലിവർപൂൾ ആൻഡ് എവർട്ടൺ മെർസിസൈഡ് ഡാബിയാണ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് മെർസിസൈഡ് ഡാബി. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആൻഫീൽഡിലാണ് കളി. ആൻഡ് മെർസിസൈഡ് ഡാബിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും ഞാൻ പറഞ്ഞത് ഷോൺ ഡൈഷിൻ്റെ എവർട്ടണിൽ ലാസ്റ്റ് സീസണിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, വി വോണ്ട് എക്സ്പെക്ട് ഗോൾസ്. ആസ് എ ഫാൻ ഞാൻ ഒരിക്കലും ഗോൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അവരുടെ സൈഡിൽ നിന്ന്. പക്ഷെ എന്നാലും അവർ സ്കോർ ചെയ്തിട്ടുണ്ട് ഒരു ഗോള്. പക്ഷെ ഇപ്രാവശ്യത്തെ മെർസിസൈഡ് ഡാബി എന്ന് വെച്ചാൽ ഡേവിഡ് മോയ്സിന്റെ എവർട്ടൺ ആയിട്ടാണ്. ഡേവിഡ് മോയ്സിന്റെ എവർട്ടൺ എന്ന് പറയുമ്പോൾ ഡേവിഡ് മോയ്സ് എപ്പോഴും വെൻ ഹി വാസ് അറ്റ് വെസ്റ്റ് ഹാമിലാണെങ്കിലും എപ്പോഴും യുണൈറ്റഡിന് പ്രശ്നമായിക്കൊണ്ടിരുന്ന ഒരു മാനേജറാണ്. കാര്യം ലിവർപൂളിന് എപ്പോഴും പ്രശ്നമായിക്കൊണ്ടിരുന്ന മാനേജറാണ്. കാര്യം വെസ്റ്റ് ഹാമിലായിരുന്നപ്പോഴും ഞാൻ ആസ് എ ഫാൻ പേഴ്സണലി ഒരിക്കലും വിൻ ആണ് എന്നൊരു ഗെയിമിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല ലിവർപൂളിന്റെ കളി. ലിവർപൂൾ വെസ്റ്റ് ഹാം കണ്ടു. കാര്യം ഇവരെങ്ങനെങ്കിലും ഒരു ഗോൾ അടിച്ചോ അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്തോ എപ്പോഴും ഡ്രോ ആക്കാൻ പറ്റുന്ന ഒരു സൈഡാണ്, തോപ്പിക്കാൻ പറ്റുന്ന സൈഡാണ് ലിവർപൂളിന്. അപ്പോൾ എനിക്കെപ്പോഴും ഡേവിഡ് മോയ്സിന്റെ സൈഡിനെ ഫേസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ടെൻഷനാണ്. അത് തന്നെയാണ് ഇവിടെ ആകെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഹോൾ സ്ക്വാഡ് ഇസ് ഫിറ്റ്, ആൻഫീൽഡിലാണ്. ആൻഡ് ഇപ്പൊ എവർട്ടൺ സത്യം പറഞ്ഞൊരു നല്ല ടീമാണ്. അവർ നിറച്ച് അഡിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. മോയ്സ് ഇസ് ലുക്കിംഗ് ഗുഡ് ദർ. പിന്നെ ഫോം അല്ലാത്ത പ്ലേയേഴ്സിനെ വേറെ ക്ലബിൽ നിന്ന് എവർട്ടണിലോട്ട് കൊണ്ടുപോയിട്ട് നല്ലോണം കളിക്കുന്നുണ്ട്. ഗ്രീലിഷൊക്കെ എനിക്ക് തോന്നുന്നത് ആസ്റ്റൺ വില്ലയുടെ ഒരു 60-50% കിട്ടിയാൽ തന്നെ അതൊരു ക്ലബിന് ലോട്ടറിയാണ്. അപ്പോൾ അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഇറ്റ് വിൽ നോട്ട് ബി എൻ ഈസി ഗെയിം. പിന്നെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർപൂളിന്റെ ടീം ഷുഡ് ബി വിന്നിങ് ദിസ് ഗെയിം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു എക്സ്ക്യൂസും എനിക്ക് ആസ് എ ലിവർപൂൾ ഫാൻ തോന്നുന്നില്ല ഇപ്പൊ ലിവർപൂളിന് കൊടുക്കണമെന്ന്. കാര്യം ഇപ്പൊ ഒരു നല്ല ടീമുണ്ട്, നല്ലൊരു മാനേജറാണ്, പ്രീമിയർ ലീഗ് അടിച്ചൊരു മാനേജറാണ്, സീസൺഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്, നല്ല ക്വാളിറ്റി ടാലന്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ ടീം ഒരിക്കലും തോക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമായിരിക്കും, എനിക്കറിയില്ല, പക്ഷെ തോക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. വി ഷുഡ് ബി വിന്നിങ് ദിസ് ഗെയിം. അപ്പോൾ സ്ക്വാഡ് അപ്ഡേറ്റിലാണെങ്കിൽ എവർട്ടൺ ഓൾമോസ്റ്റ് എവറി വൺ ഫിറ്റ്. ഞാൻ നോക്കിയതിൽ ആരും അൺഫിറ്റ് അല്ലാത്തത് ഇല്ലെന്ന് തോന്നുന്നു. ലിവർപൂളിൽ എല്ലാവരും ഫിറ്റാണ്. കർട്ടിസ് ജോൺസ് അൺഫിറ്റ് ആയിരുന്നു അത്ലറ്റിക്കോ ഗെയിമിന്, പക്ഷേ ഹീസ് ബാക്ക്. അപ്പോൾ കർട്ടിസ് ജോൺസ് ഉണ്ടാവും. ആൻഡ് ഇസാക്ക് സ്റ്റാർട്ട് ചെയ്യുമല്ലോ എന്നറിയില്ല. കാര്യം സ്ലോട്ട് പറയുന്നത് ഈസ് നോട്ട് റെഡി ടു പ്ലേ 3 games ആണ്. പക്ഷേ 2 games കളിച്ചു, ഒരു ഗെയിം കളിച്ചു. അപ്പോൾ ഐ തിങ്ക് ഹി ക്യാൻ പ്ലേ 50 minutes. സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കിട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും മോസ്റ്റ്ലി. ലിവർപൂളിന് ഇഷ്യൂസ് ഉണ്ടോ വെച്ചാൽ ചെറിയ മൈന്യൂട്ട് ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഇഷ്യൂ ആയിട്ട് തോന്നിയത് ഇപ്പോഴും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിന്റെ ആബ്സെൻസ് തന്നെയാണ്. അത് ഗ്രാംബേഴ്സ് നല്ലോണം സോൾവ് ചെയ്യുന്നുണ്ട്. 99% നെഗേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൺസീഡ് ചെയ്യുന്ന ഗോളുകളിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിന്റെ ആബ്സെൻസ് ഉണ്ട്. ഗ്രാംബേഴ്സ് ഒരിക്കലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ല. ഹിസ് ക്വാളിറ്റീസ് അപ്പ് ഫ്രണ്ട്. ഒപ്പോണന്റ് ഹാഫിലാണ് ഗ്രാംബേഴ്സിന്റെ ക്വാളിറ്റി കണ്ടത്. പിന്നെ പുള്ളിയുടെ ഫിസിക്കാലിറ്റി, പുള്ളിയുടെ എലീറ്റ് ഓൺ ദ ബോൾ ക്വാളിറ്റിയും കൊണ്ടാണ് ഇതുവരെ നമുക്ക് ഒരു പ്രശ്നമില്ലാത്ത. അതിന് പ്രശ്നം ഉണ്ടാവില്ല. ഗ്രാംബേഴ്സ് കാരണം ക്ലബിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഡിഫൻസീവ് മിഡ്ഫീൽഡറിന്റെ ഒരു ആബ്സെൻസ് കാണില്ല. സോബോസ്ലൈ ഉണ്ട് അവിടെ. പക്ഷെ സെൻട്രലിലൂടെ ഒരു ഒപ്പോസിഷൻ ടീം അറ്റാക്ക് ചെയ്യുമ്പോൾ ലിവർപൂൾ സെൻട്രലി വേഗാവുന്ന പോലെ തോന്നുന്നുണ്ട്. ഫുൾ പ്രഷർ ഓൺ സെന്റർ ബാക്സ്. അത് ഒരു പ്രശ്നമാണ്. അത് എനിക്കൊന്ന് ഫേസ് എലീറ്റ് ടീംസ്, അതായത് ഇപ്പോൾ ബാർസലോണിനെ പോലത്തെ ഹൈലി വെർട്ടിക്കലായ ടീംസിനെയൊക്കെ UCL ഫേസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എ വെരി ഹ്യൂജ് ഇഷ്യൂ. അപ്പോൾ അതെങ്ങനെ പോകും എന്ന് എനിക്കറിയില്ല. പക്ഷെ അല്ലാണ്ട് എല്ലാം നെഗറ്റബിൾ ഇഷ്യൂസ് ആണ്. ഗാക്പോ ഒന്ന് ഫോമായി വരാണ്ട്, മെക്കാലിസ്റ്റർ ഷുഡ് ബി പിന്നെ ഗുഡ് ഫോം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ക്ലബിന് ഇപ്പൊ കറന്റ്ലി പ്രശ്നമൊന്നുമില്ല ലിവർപൂളിന്. ദിസ് ഗെയിം ഇസ് ടു ബി വൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത് നമുക്ക് സാറ്റർഡേ തന്നെ രാത്രിയുള്ള ചെൽസി യുണൈറ്റഡിലോട്ട് പോകും. ചെൽസി യുണൈറ്റഡിലോട്ട് വരുമ്പോൾ ഞാൻ ആസ് എ വ്യൂവർ എനിക്ക് ഒട്ടും കാണാൻ താല്പര്യമില്ലാത്തൊരു ഫിക്സറാണ്. അതിൽ എപ്പോഴും ഗോൾലെസ് ഡ്രോ 1-1, 2-2 പോലെ ആയിരിക്കും. ഞാൻ കുറെ നാളെ ഏതെങ്കിലും ഒരു ടീം ജയിച്ച് കണ്ടൊരു മാച്ച് കണ്ടിട്ട് കുറച്ചായി. എനിക്കൊന്ന് എപ്പോഴെങ്കിലും ഉണ്ടാവും, ഞാൻ മിസ്സായതായിരിക്കും. പക്ഷെ ഈ അടുത്ത കണ്ടതിൽ എല്ലാത്തിലും 1-1, 2-2. ഐ മീൻ ഇപ്പൊ ചെൽസി ലോയിലുള്ള സമയത്ത് യുണൈറ്റഡ് ഹൈയിൽ രണ്ട് ടീമിന്റെ നല്ല കാലത്തും മോശം കാലത്തൊക്കെ ഒരു സ്റ്റേൽ മാച്ച് ആയിരിക്കും. എനിക്ക് എപ്പോഴും കാണുമ്പോൾ ബോറടിക്കുന്ന, ഞാൻ മാറ്റുന്ന ഒരു മാച്ചാണ്. അപ്പോൾ ഇതിലോട്ട് എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ ചെൽസി ഷുഡ് ബി വിന്നിങ് ഇറ്റ്. ഇപ്പൊ ലെറ്റ്സ് ഫേസ് ഇറ്റ്,
യുണൈറ്റഡിനേക്കാൾ എന്തുകൊണ്ടും സോളിഡ് ആയ ഒരു സൈഡാണ് ചെൽസി. ദേ ആർ വെരി മച്ച് ബാലൻസ്ഡ് എന്തുകൊണ്ടും. ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കണ്ട രീതി വെച്ച് നോക്കുമ്പോൾ ദേ ഗോട്ട് ഔട്ട് പ്ലേഡ് ബൈ ബയൺ. പക്ഷെ ഇതല്ല, ഇത് ലീഗിൽ ദേ ക്യാൻ സസ്റ്റെയിൻ വെരി വെൽ. അവർ കളിക്കുന്ന രീതി, ദ ക്വാളിറ്റി ദേ ഹാവ് ഓഫ് ആൻഡ് ഓൺ ദ പിച്ച്, എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ചെൽസി ഷുഡ് ബി വിന്നിങ് ഇറ്റ്. കാര്യം യുണൈറ്റഡ് എന്നെ പറ്റിച്ചു മാഞ്ചസ്റ്റർ ഡാർബിയിൽ. അത് നടക്കൂല, ഒരിക്കലും അത് നടക്കില്ല. കാര്യം ബ്രൂണോ ഫെർണാണ്ടസ് എത്ര നാൾ മിഡ്ഫീൽഡിൽ കളിക്കുന്നു ഒന്ന് നോക്കൂ, ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോ കസമീറോ ഓർ ഉഗാർട്ട് ബ്രൂണോ ഫെർണാണ്ടസിന് മിഡ്ഫീൽഡ് ഫേസ് ചെയ്യാൻ പോകുന്ന മിഡ്ഫീൽഡിന്റെ ക്വാളിറ്റി ഒന്ന് ആലോചിച്ചാൽ മതി. കൈസഡോ, എൻസോ, പാമർ, ഈ ഒരു മിഡ്ഫീൽഡിന് ആയിട്ട് ഓൺ പേപ്പർ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡ് ഇപ്പൊ പ്രീമിയർ ലീഗിലില്ല. ആകെയുള്ളത് ആർസണലാണ്. അല്ലാണ്ട് ഓൺ പേപ്പർ ഇല്ല. ചിലപ്പോൾ ഓൺ പിച്ച് നോക്കുമ്പോൾ ലിവർപൂളിന്റെ മിഡ്ഫീൽഡ് ചെൽസിയുടെ അത്രയും അല്ലെങ്കിൽ ആർസണലിന്റെ അത്രയും അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അത്രയും ക്വാളിറ്റി ഉണ്ടാവും പിച്ചിൽ കാണും. പക്ഷെ ഓൺ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ ചെൽസിയുടെ മിഡ്ഫീൽഡ് ഇസ് ദ മോസ്റ്റ് എലീറ്റ് മിഡ്ഫീൽഡ് ഇൻ പ്രീമിയർ ലീഗ്. പക്ഷെ ഈ ഒരു മിഡ്ഫീൽഡിനെ അതായിട്ടൊന്ന് പിടിച്ചു നിൽക്കാൻ പോലുള്ള മിഡ്ഫീൽഡ് ഇപ്പൊ യുണൈറ്റഡിന് ഇല്ല. അപ്പൊ അത് ഒരു വലിയ ഫാക്ടറാണ്. ആൻഡ് ആമറിന്റെ സിസ്റ്റം ഇസ് ഹൈലി പ്രഡിക്റ്റബിൾ. അത് മാഞ്ചസ്റ്റർ ഡാർബി കാണുമ്പോൾ തന്നെ മനസ്സിലായി, ഇറ്റ്സ് വെരി വെരി പ്രഡിക്റ്റബിൾ. അത് ഒരിക്കലും കണ്ടിരിക്കാൻ യുണൈറ്റഡ് ഫാൻസിന് പോലും, എനിക്ക് പേഴ്സണലി ആസ് എ വ്യൂവർ, ഒരിക്കലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫുട്ബോൾ അല്ല. കാര്യം ഇതേ ഫോർമേഷൻ കളിക്കുന്ന വേറെ എത്രയോ മാനേജേഴ്സ് ഉണ്ട്. ഇപ്പൊ ഗ്ലാസ്നർ ആയിക്കോട്ടെ, ഇപ്പൊ വിറ്റോർ പെരേര ആയിക്കോട്ടെ, വോൾസില് എത്ര മാനേജേഴ്സ് റിയത്ത് ബാക്ക് കളിക്കുന്ന, അലോൺസോ ലെവർകുസനിൽ കളിച്ചിട്ടുണ്ട്. ഇവരാരും ഓപ്പൺ ആവില്ല. ഇത് ഹൈലി ഓപ്പൺ ആണ്. ഓപ്പോസിഷൻ ഹാഫിൽ ഹൈലൈൻ കളിച്ച് ബോൾ മിസ്സായി ഗോൾ അടിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു ത്രീ അറ്റ് ദ ബാക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വരേണ്ടതല്ല. ആൻഡ് ആ മാഞ്ചസ്റ്റർ ഡാർബിയിലെ ഫസ്റ്റ് ഗോൾ ആണെങ്കിലും ഫസ്റ്റ് ഗോളിലൊക്കെ പേഴ്സണലി എനിക്ക് ആസ് എ വ്യൂവർ ഒരിക്കലും ബ്രൂണോ ഫെർണാണ്ടസിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാര്യം ഡിഫൻസിൽ 5 അറ്റ് ദ ബാക്ക് കളിക്കുന്ന ഒരു സൈഡിന് ഓപ്പോസിഷൻ ബോക്സിൽ ഡോക്കോ ഹെഡർ കൊടുക്കുമ്പോൾ ആകെ ബോക്സിൽ ഉണ്ടായിരുന്ന ഹാലൻഡും ഫോർഡിനും. ഈ 5 ഡിഫൻഡേഴ്സിനെ വെച്ച് അവരെ മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് ക്ലിയർലി കോച്ചിങ് മിസ്റ്റേക്ക് ആണ്, കോച്ചിങ് സ്റ്റഫാണ്. അപ്പോൾ ആമറും ഇസ് ടു ബി ബ്ലെയിംഡ് 100%. ഞാൻ ഇത്ര നാൾ ആമറും, ഐ ലൈക്ക് ആമറും, പക്ഷേ ദിസ് ഇസ് നോട്ട് ദ വേ ഒരു ക്ലബ് ഇസ് ടു ബി റൺ എന്ന് എനിക്ക് തോന്നുന്നു ഫുട്ബോളിംഗ് വൈസ്. അപ്പോൾ എനിക്കറിയില്ല എന്താവുമെന്ന്. ഐ തിങ്ക് ചെൽസി വിൽ വിൻ. പക്ഷെ എന്നാലും ഈ മാച്ചിന്റെ ഹിസ്റ്ററി കുറെ നാളത്തെ ഒരു സ്വഭാവം വെച്ച് എനിക്ക് ഇപ്പോഴും ഡ്രോ എന്നൊരു മനസ്സിലുണ്ട്. 1-1 അല്ലെങ്കിൽ 0-0, 1-1, 2-2 എന്നൊക്കെയാണ്. പക്ഷെ ഐ റിയലി ഫീൽ ഇപ്പോഴത്തെ ക്വാളിറ്റി വെച്ച് ഐ തിങ്ക് ചെൽസി ഷുഡ് ബി വിന്നിങ് എന്നാണ് ഞാൻ പറയുന്നത്. ജയിക്കും എന്നല്ല, ഷുഡ് ബി വിന്നിങ് ഇറ്റ് ആ ഒരു ഗെയിം. അടുത്തത് വിൽ മൂവ് ഓൺ ടു ആഴ്സണൽ സിറ്റിയാണ്. ആഴ്സണൽ എമിറേറ്റ്സിലാണ് കളി. വി നോ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് കളിയിൽ. ആഴ്സണൽ ഒരിക്കലും ഓപ്പൺ ആവില്ല. അവര് ഇപ്പൊ എസേനെ ഒഡെഗാർഡിനെ ഒക്കെ കളിപ്പിച്ച് സാക്ക വന്നു, എല്ലാരും വന്നാലും വി നോ ദർ ഇന്റന്റ്. ആ ആർസണലിന്റെ ഇന്റന്റ് അറിയാം. ദേ ആർ നോട്ട് ഗോണ അറ്റാക്ക്. അവർ ട്രാൻസിഷനിലും അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല, അവരല്ലാണ്ടും അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല. ദിൽ ബിൽഡ് അപ്പ്, ദിൽ പുട്ട് ഇൻ ക്രോസസ്, കോർണർ എടുക്കുക, എല്ലാം ചെയ്യുക. അല്ലാണ്ട് ബിഗ് ടീംസിന് അഗേൻസ്റ്റ് അവരൊരു അറ്റാക്കിംഗ് പാറ്റേൺ ഉണ്ടാക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പക്ഷെ ഓൺ ദി അതർ ഹാൻഡ് സിറ്റിക്ക് ആഴ്സണലിന്റെ മിഡ്ഫീൽഡായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ദി ഡിഡ് ഇറ്റ് അഗേൻസ്റ്റ് നാപ്പോളി. നാപ്പോളി ഒരാൾ കുറവായിരുന്നു, പക്ഷെ ദി ഡിഡ് ഇറ്റ് വെരി വെൽ. പക്ഷെ സ്റ്റിൽ ആഴ്സണൽ ഗെയിമിലോട്ട് വരുമ്പോൾ ആ മിഡ്ഫീൽഡ് ഫ്രയാലിറ്റീസ് എന്തായാലും കണ്ടറിയണം. കാര്യം ആഴ്സണൽ ഒരു വലിയ ബ്ലോക്കാണ് അവിടെ സെറ്റ് ചെയ്യുന്നത്. ദേ ആർ ദ ബെസ്റ്റ് ഡിഫൻസ് ഇൻ ദ വേൾഡ്. അതിൽ 100% ഉറപ്പാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ദേ ആർ ദ ബെസ്റ്റ് ഡിഫൻസ് ഇൻ ദ വേൾഡ് കറന്റ്ലി. അതും ഗിവ് ദ ഫ്ലവേഴ്സ് ടു ടിംബർ. ടിംബറാണ് ആ ടീമിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഇതുവരെ, വേറെ ആരുമല്ല. ടിംബറാണ് ആർസണലിൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട്. എന്ന് മുതൽ ആർട്ടറ്റ ഡിഫൻസീവ് ഫുട്ബോൾ കളിക്കുന്നു, ഓർ അതിനു മുമ്പും അത് ടിംബർ അയാക്സിലായിരുന്നപ്പോഴും അതെ, ടിംബറാണ് ആ ടീമിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ. അപ്പോൾ യൂറിയൻ ടിംബർ ആയിക്കോട്ടെ, മൊസ്കോറ ഐ തിങ്ക് ഈസ് ഗ്രോയിങ് ഇൻ ടു ദ സ്പോട്ട്. സലീബ വന്നാലും സലീബയ്ക്ക് ആർട്ടേറ്റയെ കൊണ്ട് കൺസിഡർ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് മൊസ്കറ കളിക്കുന്നത്. RCB എനിക്ക് കളിക്കണം എന്നുള്ള രീതി, കളിക്കും പറ്റും എന്നുള്ള ക്വാളിറ്റി ഉള്ള രീതിയിലാണ് കളിക്കുന്നത് മൊസ്കറ. ആൻഡ് ഗബ്രിയൽ ആസ് ഓൾവേസ്. ആൻഡ് ലെഫ്റ്റ് ബാക്കിൽ കലഫിയോറിന്റെ സ്കെല്ലി വേണം, സ്കെല്ലി ഉണ്ടാവും. അബണ്ടൻസ് ഓഫ് ഓപ്ഷൻസ്. എനിക്ക് തോന്നുന്നു 8 ഡിഫൻഡേഴ്സ് തന്നെ ഉണ്ട് എല്ലാം ടോട്ടൽ. അതെല്ലാം സെന്റർ ബാക്സ് ആണ്, സ്കെല്ലി ഒഴികെ. അതാണ് വേറൊരു കാര്യം. ആൻഡ് മിഡ്ഫീൽഡിലോട്ട് വന്നാലും ദേവ് സുബിമെൻഡി, ദേവ് റൈസ്, ദേവ് മറീനോ, കളിക്കാൻ പറ്റുന്ന എല്ലാവരും ഉണ്ട് അവിടെ. ഒഡെഗാർഡ് ഉണ്ട് ആസ് എൻ അറ്റാക്കിംഗ് 10. എസെ ഉണ്ട്. എസെ എനിക്ക് അറിയില്ല എത്ര എഫക്റ്റീവ് ആണെന്ന്. പക്ഷെ സ്റ്റിൽ എസേനെ പ്രാവശ്യം ലെഫ്റ്റ് വിങ്ങിൽ ഇട്ടാലും വലിയ അത്ഭുതമൊന്നുമില്ല. കാര്യം അതേ ഡോണ്ട് ഹാവ് റൈറ്റ് ബാക്ക്. കുസനോവ് ഉണ്ട്, ദാറ്റ്സ് ഹ്യൂജ് ബൂസ്റ്റ് സിറ്റി. പക്ഷെ അത് എത്രത്തോളം കാര്യം ഓഫ് പൊസിഷൻ വരുമ്പോഴും ദർ മൂവിങ് ഇൻ ടു 3-3 ഒരു മൂവ്മെന്റിലൂടെ പോകുന്നത്. അങ്ങനെ പോകുമ്പോഴും ആർസണൽ പ്രസിംഗ് വിത്ത് 4-2-2-2
4-2-2 പ്രസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ സിറ്റി ഹാൻഡിൽ ചെയ്യുന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നിക്കോറയിലി മിഡ്ഫീൽഡിലോട്ട് പോയി കുസനോവ്, ഗോർഡിയോള, ഡിയാസ് 3 at the back ആയി ഫോം ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ കളിക്കുന്നത്. ആൻഡ് ഹൈലി സെൻട്രൽ ആണ്. ആൻഡ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് യു വോണ്ട് ടു ബീറ്റ് ആർസണൽ, അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും ആർസണൽ അഗൈൻസ്റ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ സെൻട്രലി അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ആർസണൽ അഗൈൻസ്റ്റ് ഈ സീസണിൽ സ്കോർ ചെയ്തില്ല. ആ ഒരു ഫ്രീ കിക്ക് മാത്രമേ അടിച്ചിട്ടുള്ളൂ ലിവർപൂളിന്റെ ആ ഒരു ഗെയിമിൽ. അല്ലാണ്ട് ദേ ഹാവന്റ് കൺസിഡർഡ് എനി ഗോൾസ്. പക്ഷെ ഈ ഒരു ലോ ബ്ലോക്ക് മിഡ് ബ്ലോക്ക് സിസ്റ്റത്തിൽ ആർസണൽ എപ്പോൾ കളിക്കുന്നു അപ്പോഴൊക്കെ ആർസണൽ എപ്പോഴെങ്കിലൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ത്രൂ ദ സെന്റർ. ചാൻസസ് കൺസിഡർ XG വന്നിട്ടുണ്ടെങ്കിൽ, എക്സ് അസിസ്റ്റ്, ചാൻസസ് ക്രിയേറ്റഡ് എന്ത് വന്നിട്ടുണ്ടെങ്കിലും ത്രൂ ദ സെന്റർ. സോ അങ്ങനെ നോക്കുമ്പോൾ സെൻട്രലി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി അവർക്കുണ്ട്. ആൻഡ് അണ്ടർ പെപ്പ് ഗോർഡിയോളയുടെ അസിസ്റ്റന്റ് പെപ്ലിൻഡസ്, പണ്ടത്തെ ലിവർപൂളിന്റെ അസിസ്റ്റന്റ് മാനേജറാണ്, പുള്ളിയുടെ അണ്ടറിൽ കളിക്കുമ്പോൾ ഇറ്റ്സ് ബിക്കം മോർ സെൻട്രൽ. കാര്യം അവിടെ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ്, ഡോക്കൂസ് ഡൂയിങ് ഗുഡ് ദർ, ഹാലൻഡ് സ്ട്രൈക്കറാണ്, ആർമൂഷ് ഇഞ്ചോർഡ്, പക്ഷെ ആ സൈഡിൽ ആര് കളിച്ചാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഗുഡ്. ഓവറോൾ നോക്കുമ്പോൾ സെൻട്രലി സിറ്റി ഇപ്പൊ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, വിങ് പ്ലേനേക്കാളും കൂടുതൽ. ദേ ഡോണ്ട് നീഡ് ടു സ്ട്രെച്ച് ദ പിച്ച്. അവർക്ക് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇവിടെ വിട്ട് കീപ്പേണ്ട ഒരു ആവശ്യമില്ല ആർസണൽ അഗൈൻസ്റ്റ്. സോ കാര്യം പൊട്ടൻഷ്യലി ദർ ഇസ് ഗോയിങ് ടു ബി ഓൺലി എ വിങ്ങർ. കാര്യം ബാക്കി ഫുൾ ബാക്സ് ഇല്ല, സെന്റർ ബാക്സ് ആണ്. അവർ വിട്ട് ഹഗ് ചെയ്താലും അതൊരു എഫക്റ്റീവ് ആയിരിക്കില്ല. ആൻഡ് സെയിം തിങ് വിത്ത് സാക്ക മാത്രമേ ഉള്ളൂ വിങ്ങർ ആയിട്ട്. അപ്പൊ ആ ഒരു സൈഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു വെരി ഗുഡ് ഗെയിം. ആർസണലിന്റെ അപ്രോച്ച് നമുക്ക് അറിയാം, സിറ്റിയുടെ അറിയാം, പക്ഷെ ഐ ഫീൽ draw is going to be coming. So we'll see in the next video. Thank you and bye.